ഹലോ മുത്തുമണികളെ. അപ്പോൾ എന്തെല്ലാം രാവിലെ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് എന്ത് കാര്യമാണ് സംസാരിക്കാനായിട്ട് വന്നത് എന്നറിയാമോ? ഞാനൊരു വ്യക്തിയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് കാലങ്ങളായി കേൾക്കുന്ന ഒരു പഴിയായിരുന്നു എൻ്റെ 6ാമത്തെ മകൻ എൻ്റെ ഭർത്താവിൻ്റേതല്ല, മറ്റൊരു പുരുഷൻ്റേതാണ് എന്നുള്ള അലിഗേഷൻ. ഈ ഒരു അലിഗേഷൻ കുറേ നാളുകളായി ഉണ്ട്. അവിടെ എന്നെ വേദനിപ്പിച്ചത് എന്ന് പറയുന്നത് എന്നെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി, എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി, എന്നെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ട് ചില വൈകൃത മനസ്സിൻ്റെ ഉടമകൾ എൻ്റെ കുറേ സുഹൃത്തുക്കളെയും എൻ്റെ ബന്ധങ്ങളെയും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന ഒരുപാട് നന്മയുള്ള മനുഷ്യരെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ തളരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തകരുന്നില്ല എന്ന് മനസ്സിലായപ്പോഴായിരുന്നു ഈ വൈകൃത മനസ്സിൻ്റെ ഉടമകൾ എൻ്റെ പിഞ്ചോമനയെ ഈ നടുത്തെരുവിലിട്ട് വലിച്ചു കീറിയത്. അന്ന് അവന് 1.5 വയസ്സ് മാത്രം പ്രായമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വൈകൃത മനസ്സിൻ്റെ ഉടമകളെല്ലാം തന്നെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് വളരെയധികം വേദനിപ്പിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ, ഈ മുസ്ലിം സമൂഹത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരു പറയലുണ്ട്. അതായത്, നിങ്ങളൊരു സ്ത്രീയുടെ മേൽ അവിഹിത ആരോപണം ഉന്നയിക്കുമ്പോൾ 4 സാക്ഷികൾ വേണം എന്നുള്ളത്. പക്ഷേ ചില വൈകൃത മനസ്സിൻ്റെ ഉടമകളും തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് സ്വയം വാദിക്കുകയും ചെയ്യുന്ന ഇവർ എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് എൻ്റെ മേൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന ചില നപുത്സകങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കരമായ വേദന ഉണ്ടാക്കിയത്, എൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു, എൻ്റെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മകനെ ഈ ആളുകൾ, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കുറച്ച് വ്യക്തികളാണ് കേട്ടോ, അവരെൻ്റെ മകനെ ഇതിൽ വലിച്ചഴച്ചത് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ റബ്ബിനോട് ഞാനിതിന് പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരവസ്ഥയിലാണ് എൻ്റെ മകൻ എൻ്റെ വയറ്റിൽ ജനിക്കുന്നത്. അന്ന് എൻ്റെ വയറ്റിൽ എൻ്റെ മകനെയും ഇടുപ്പിൽ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ നടക്കുന്ന ഒരു കാലം, ഒരു രംഗമുണ്ട്. ഒരാളും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ അത്രയേറെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയോട് പോലും ഞാൻ ആ ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയേറെ അവരെന്നെ സഹായിക്കും, അവരെന്നെ അത്രയേറെ കെയർ ചെയ്യും. പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോലും അത് പറയാൻ വേണ്ടി തോന്നിയില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും എനിക്ക് താങ്ങണം, എനിക്കത് ഓവർകം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടത്തെ, അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടിനെ, ആ ഒരു ബുദ്ധിമുട്ടിനെ, ആ ഒരു വിഷമതയെ പരിഹാസ്യമാക്കി ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തികൾ അതിനെ ഒരു പരിഹാസമാക്കി ജനമധ്യത്തിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോടാണ് പരാതി പറഞ്ഞത്. ഞാനൊരു പോലീസ് സ്റ്റേഷനിലേക്കും ഓടിയിട്ടില്ല, ഞാനൊരു കോടതിയിലേക്കും ഓടിയിട്ടില്ല. ഞാൻ എൻ്റെ റബ്ബിനോടാണ് ഈ കാര്യത്തിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതും പരാതി പറഞ്ഞിട്ടുള്ളതും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ നിന്നോ വന്ന ഒരുത്തൻ, ഞാനും ആ പുള്ളിക്കാരന് വേണ്ടി എനിക്ക് യാതൊരു തരത്തിൽ അറിയുക പോലും ചെയ്യൂല, അങ്ങനെയുള്ള ഒരുത്തൻ, ഒരു ഗുണ്ട ലിസ്റ്റിൽ പേരുള്ളവൻ, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവൻ, മഹാ അപരാധിയായ ഒരുത്തൻ എൻ്റെ 6 മക്കളും 6 ആളുകളുടേതാണ് എന്ന് ഒരവകാശവാദം
ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, എൻ്റെ 6ാമത്തെ കുഞ്ഞുണ്ടാകുന്ന രംഗങ്ങൾ വരെ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം വളം വയ്ക്കുന്ന ഒരു വ്യക്തി ഇവൻ്റെ സൈഡിലിരുന്ന് അതന്നെ, അങ്ങനെ തന്നെ, അതാണ്, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പടച്ച തമ്പുരാൻ വലിയവൻ, നീതിമാനായ സർവശക്തൻ, നീതി നിശ്ചയിക്കുന്നത് അവൻ്റെ രീതിയിൽ അവൻ നീതി നിശ്ചയിക്കുന്നത് വളരെ പെട്ടെന്നാണ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പണ്ടാണ് പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ഉടൻ എന്നാണ്. അപ്പോൾ ഞാൻ കേൾക്കുകയാണ്, ഒരു സ്ത്രീയുടെ അഭിമാന മുഹൂർത്തം എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? ഈ ലോകം മുഴുവൻ അവളെ വ്യഭിചാരി എന്ന് വിളിച്ചാലും അവളെ ചേർത്ത് നിർത്തുന്ന അവളുടെ സ്വന്തം ഇണ അവളുടെ അഭിമാനമാണ്. അവളുടെ കുഞ്ഞിൻ്റെ മേൽ ഈ ലോകം മുഴുവൻ സംശയം ഉന്നയിച്ചാലും, ഒരു കുട്ടിയുടെ മേൽ ഒരു സമൂഹം തന്നെ നിൻ്റെ പിതാവിതല്ലേടാ എന്ന് ചോദിച്ചാലും അവൻ എൻ്റെ കുഞ്ഞാണ്, അവൻ എൻ്റെ മകനാണ്, അവൻ എൻ്റെ സ്വന്തമാണ് എന്ന് പറയാൻ അവൻ്റെ ഉപ്പ രംഗത്ത് വന്നാൽ ഈ ലോകം മുഴുവൻ ചോദ്യം ചെയ്താലും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ എവിടെ ചെക്ക് ചെയ്താലും ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരു അനാവശ്യം പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എനിക്ക് ഇത് ചെയ്തു തന്നിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അവനെ രാജാവാക്കുന്ന ഭാര്യയാണ്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നതാണ് ഞാൻ കേട്ടത്. അതായത് ബുദ്ധിയുള്ള സ്ത്രീ അവളുടെ ഭർത്താവിനെ രാജാവാക്കിയിട്ട് അവിടെ റാണിയായി വാഴുമെന്ന്. എൻ്റെ ഒരു ജീവിത കഥ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഭർത്താവിനെ രാജാവാക്കി വെക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അദ്ദേഹം രാജാവ് തന്നെയാണ്. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ രാജാവ് തന്നെയാണ്. കാരണം അത്രയേറെ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. ഈ ലോകം മുഴുവൻ എൻ്റെ മകൻ്റെ മേലെ പിതൃത്വ ആരോപണം നടത്തുമ്പോഴും എന്നെ ആക്ഷേപിക്കുമ്പോഴും എൻ്റെ മകൻ എൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണയിലാണ് എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതിനെല്ലാം പുറമെ അവരുടെ ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു സംശയം പോലും പ്രകടിപ്പിക്കാതെ ആ സ്ത്രീയെ ജനമധ്യത്തിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് എങ്കിൽ ആ സ്ത്രീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായിരിക്കും. അങ്ങനെ ഒരു ഭാഗ്യം പടച്ച തമ്പുരാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. എൻ്റെ മകൻ്റെ പിതാവ് ഇന്നീ നിമിഷം വരെ എൻ്റെ മകൻ്റെ പേരിൽ ഒരു സംശയം ഉന്നയിക്കുകയോ എൻ്റെ സ്വഭാവത്തിൻ്റെ പേരിൽ ഒരാരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ എന്നെ അതിൻ്റെ പേരിൽ ഒരു നുള്ളിപ്പോലും നോവിക്കുകയോ ചെയ്യാത്ത ഒരു ഭർത്താവാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്. ഇത്രയും ഈ കാലത്തിനിടയ്ക്ക് വെച്ച് എൻ്റെ ഒരു മക്കളുടെ പിതൃത്വത്തിൻ്റെ പേരിലും ഒരു ചോദ്യം ചെയ്യൽ എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെയും എൻ്റെ 6 കുഞ്ഞുങ്ങളെയും ഈ വയ്യാത്ത അവസ്ഥയിൽ പോലും പോറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പടച്ച തമ്പുരാൻ്റെ മുന്നിൽ എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പോലും ഒരു സ്ത്രീ വ്യഭിചാരി അല്ല എന്ന് തെളിയിക്കാൻ അവളുടെ ഭർത്താവിന് സാധിക്കും. അത് അവളുടെ ഭർത്താവ് തന്നെ ആയിരിക്കണം, കണ്ടവരുടെ ഭർത്താവായിരിക്കരുത്. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. എൻ്റെ മകൻ്റെ പേരിൽ കുറേ വൈകൃത മനസ്സുള്ള ആളുകൾ ജനമധ്യത്തിൽ എൻ്റെ മകൻ്റെ പിതൃത്വം ആരോപിച്ച് എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ്റെ ഉപ്പ ഇന്നീ നിമിഷം വരെ എൻ്റെ അഭിമാനത്തിൻ്റെ പേരിലോ
എൻ്റെ മകൻ്റെ പിതൃത്വത്തിൻ്റെ പേരിലോ ഒരു അലിഗേഷൻ പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ എന്ന് പറയുന്നത് അത് ഞാനാണ്. ഏറ്റവും ഭാഗ്യമുള്ള ഒരു മകൻ എന്ന് പറയുന്നത് അതെൻ്റെ മകനാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ട കാലത്താണ് എൻ്റെ മകൻ ജനിക്കുന്നത് പോലും. അതിനെ പല രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് എങ്കിലും ഈ ലോകം മുഴുവൻ എതിർത്താലും ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരു പുരുഷൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ അവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവരാണ്. ആ ഭാഗ്യം എനിക്കുണ്ട്. അങ്ങനൊരു ഭാഗ്യം അൽഹംദുലില്ലാ എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീതിമാനായ റബ്ബ് എല്ലാം കാണുന്നവനാണ്. എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ ഉടൻ നൽകുന്നതാണ്. നമ്മൾ പണത്തിന് വേണ്ടിയിട്ടല്ല, പണം നമുക്കെല്ലാം തരുമെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പണം കൊണ്ട് നമുക്കെല്ലാം നേടാം. ഒരിക്കലുമില്ല. പണം കൊണ്ട് നേടാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു സമ്പന്നനായ ഒരു വ്യക്തി, വലിയ വലിയ ബിസിനസ്സുകൾ കൊണ്ടു നടക്കുന്ന ഒരു സമ്പന്നനായ ഒരു വ്യക്തി ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ അയാളുടെ ഡ്രൈവറിനെ കൂടെ കൂട്ടിയിട്ടില്ല. അയാൾ യാത്ര പോകുന്ന സമയത്ത് അയാളുടെ കഴുത്തിലൊരു വലിയ മാലയുണ്ട്. അയാളൊരു പെട്ടി നിറയെ പണവുമായിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഒരു പണക്കാരനായ വ്യക്തിയാണ്. നടന്ന സംഭവമാണ് കേട്ടോ. രമേശനെന്നോ എന്തോ ആണ് അയാളുടെ പേര്. അയാൾ വിചാരിച്ചാൽ അയാൾക്ക് എന്തു നേടാം. അത്ര സമ്പന്നനായ ഒരു വ്യക്തി തമിഴ്നാട്ടിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ പെടുന്നു. അയാളുടെ കാറ് ആക്സിഡൻറ്റിൽ പെടുന്നു. അവിടെ വെച്ച് അയാളെ കണ്ടെത്തുന്നു. ജനങ്ങൾ കണ്ടെത്തുമ്പോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടിയോ ക്യാഷോ ഒന്നും ആ കാറിലില്ല. കാർ ആക്സിഡൻ്റായ കാറിനകത്ത് നിന്ന് ആ പെട്ടിയും പണവും മോഷണം പോയി. അത് കഴിഞ്ഞ് ഇയാളെ ജനക്കൂട്ടം എടുത്ത് ഹോസ്പിറ്റലിലാക്കുന്നു. ഈ ഹോസ്പിറ്റലിലാക്കുമ്പോൾ ഇയാളുടെ പേര് പോലും മറന്നുപോയി എന്നുള്ളതാണ്. ഈ മറന്നുപോയ ഈ മനുഷ്യൻ്റെ പോക്കറ്റിലൊന്നും തന്നെ ഇയാളുടെ ഒരൊറ്റ ID കാർഡോ ഒരൊറ്റ രേഖകളോ ഇല്ലായിരുന്നു. അങ്ങനെ ഇയാളുടെ തലയാണ് പൊട്ടിയത്. തലയിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു. ഡോക്ടർമാർ പറയുന്നു ഇയാളിനെ ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇയാളുടെ ബന്ധപ്പെട്ട ആരെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണം. അവിടെ അയാൾക്ക് പോലും അയാൾ ആരാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ കിടന്ന ആ മനുഷ്യന് വിശക്കുന്നത് കൊണ്ട് തന്നെ ഒരു കുപ്പി വെള്ളം അയാൾക്ക് വാങ്ങണം. അയാൾ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ 1 രൂപ പോലും അയാളുടെ കയ്യിലില്ല. ഭയങ്കര സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അയാളുടെ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ 1 രൂപ പോലും അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അയാൾ അടുത്ത് നോക്കിയപ്പോൾ അടുത്ത് കുറേ ആളുകളുണ്ട്. അവരോട് വെള്ളം ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഇല്ല. ഇയാൾ ഉടൻ തന്നെ ഇയാളുടെ കഴുത്തിങ്ങനെ തപ്പിയപ്പോൾ കഴുത്തിൽ മാല കിടക്കുന്നു. ഈ മാല ഊരി, ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി ഈ മാല ഊരി അടുത്ത് നിന്ന് ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുപ്പി വെള്ളം വാങ്ങിത്തരാമോ? ആ മാലയും കൊണ്ട് ആ പോയ മനുഷ്യൻ പിന്നീട് തിരിച്ചു വന്നില്ല. ആരോരുമില്ലാതെ അയാൾ രക്തം വാർന്ന് അവിടെ തന്നെ മരണപ്പെട്ടു. ഭയങ്കര സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ പണം കൊണ്ട് എല്ലാം നേടും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പണം നമ്മളെ സഹായിക്കാത്തൊരു ഘട്ടം വരും. പണം ഈ പറയില്ലേ, നാണം കെട്ട് പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റും എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാവരുടെയും കാര്യങ്ങളിൽ ശരിയായിരിക്കാൻ സാധ്യത ഇല്ല. അപ്പോൾ എൻ്റെ മകൻ്റെ പിതൃത്വം ചോദ്യം ചെയ്ത ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. സ്വന്തം കുഞ്ഞിൻ്റെ ഉപ്പ അവനെ അംഗീകരിച്ചാൽ, അവനെക്കുറിച്ച് ഈ ലോകത്തിൽ ഒരിടത്ത് പോലും അവനെക്കുറിച്ച് ഒരു സംശയം ഉന്നയിച്ചില്ല എങ്കിൽ, ഈ ലോകം മുഴുവൻ ആ സ്ത്രീയെ വ്യഭിചാരി എന്ന് ഉന്നയിച്ചാലും
അത് വെറും വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. എൻ്റെ അഭിമാനം സൂക്ഷിക്കുന്നത് എൻ്റെ മക്കളും എൻ്റെ മക്കളുടെ പിതാവുമാണ്. ആരൊക്കെ എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാലും എന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കാൻ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ആരോപണങ്ങളെല്ലാം തന്നെ വ്യർത്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തെല്ലാം സുഖങ്ങളൊക്കെ തന്നെയല്ലേ?